ഡോക്ടർ അരുൺകുമാർ, ട്രെൻഡ് മാറുന്നോ? നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ നേതാക്കന്മാർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 100 സീറ്റ് അധികം ഞങ്ങൾ നേടി അധികാരത്തിൽ വരും എന്നുള്ളതായിരുന്നു അന്ന് വി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. തിളക്കമാർന്ന വിജയം ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞ വാചകം. പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 7-8 തവണ ഈ 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരും എന്ന് പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും പറയുന്നത് കേട്ടിട്ടുണ്ട്. KC വേണുഗോപാലടക്കം പറയുന്നതും കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ തങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത് ഭൂരിപക്ഷം കിട്ടും എന്ന് മാത്രമാണ് തങ്ങൾ പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെയും ആത്മവിശ്വാസം ഒരു 80 സീറ്റ് വരെ ഒരു പക്ഷേ കിട്ടിയേക്കാം. ഇന്ന് ചാണ്ടിയുമ്മനും 80 സീറ്റ് എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തലയും ഞാൻ കണക്കൊന്നും പറയുന്നില്ല, പക്ഷേ വിജയിക്കാൻ ആവശ്യമായ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. നോക്കൂ, തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കവെയാണ് നേതാക്കൾ ഈ കണക്കിലേക്ക് എത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? താഴത്തെ ഗ്രൗണ്ടിൽ മത്സരം വളരെ വളരെ ശക്തമാണ് എന്ന് തന്നെയാണ്. നമ്മൾ പോയ പലയിടങ്ങളിലും ആ മത്സരം കനത്തതാണ് എന്നത് നേരിട്ട് കാണാൻ സാധിച്ചു എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അടിത്തട്ടിലൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 7-8 ജില്ലകളിലൂടെ യാത്ര ചെയ്തു. അടിത്തട്ടിലൊരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയാവുന്ന ഒരു വികാരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി നിശബ്ദമായി ഈ സർക്കാരിനെ ഒഴിവാക്കി ഒരു പുതിയ സർക്കാരിനെ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവരാൻ ജനങ്ങൾ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളുമായി സംസാരിക്കുന്ന മനുഷ്യർ, പാർട്ടിയുള്ള മനുഷ്യരും പാർട്ടി ഇല്ലാത്ത മനുഷ്യരിൽ നിന്ന് മനസ്സിലാക്കാൻ എനിക്ക് 2 കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, കേരളമെമ്പാടും ഈ സർക്കാർ വളരെ മോശമാണ്, അതുകൊണ്ട് ഈ സർക്കാരിനെ മാറ്റി ഒരു പുതിയ സർക്കാർ കൊണ്ടുവരണം എന്ന മട്ടിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമില്ല. എന്നാൽ 10 വർഷമായില്ലേ, ഇനി ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന മട്ടിലുള്ള ഒരു മടുപ്പ്, ഒരു പൊളിറ്റിക്കൽ ലെതാർജി ഈ പറയുന്ന വോട്ടർമാർക്കിടയിൽ ചിലർക്കെങ്കിലും ഇടയിൽ കാണാൻ സാധിക്കും. പക്ഷേ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഈ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടതുപക്ഷത്തിനുണ്ട്, മറുപക്ഷത്തുമുണ്ട് കേട്ടോ. അത് ഈ കോവിഡ് കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങളുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്റ്റുണ്ട്, വൈകാരികമായൊരു കണക്റ്റുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം 2019 തിരഞ്ഞെടുക്കപ്പെട്ടവർ, 2016 തിരഞ്ഞെടുക്കപ്പെട്ടവരും 2021 തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും ആ ഈ പ്രത്യേക ക്രൈസിസ് സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ജനങ്ങളുമായി ഇടപഴകിയത്. അതിൻ്റെ ആനുകൂല്യം LDF-നാണ് കൂടുതൽ കിട്ടിയത്. കാരണം കൂടുതൽ ജനപ്രതിനിധികൾ അവർക്കായിരുന്നു. എന്നാൽ UDF-ന് അത്രയും ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ള ജനപ്രതിനിധികളിൽ അത് ജനങ്ങളുമായി വെൽ കണക്റ്റഡ് ആയിരിക്കുന്ന UDF-ലെ MLA-മാരുമുണ്ട്. യഥാർത്ഥത്തിൽ UDF നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ ലെതാർജിയെ അഥവാ ഒരു മിഡിൽ ക്ലാസിൻ്റെ പൊളിറ്റിക്കൽ ഈഗോയെ മറികടക്കുന്ന ഒരു ജനപ്രിയ MLA-മാരുടെ ഒരു നീണ്ട നിര LDF-നുണ്ട് എന്നുള്ളതാണ്. എന്നെ എടുത്താൽ 57ഓളം MLA-മാർക്ക് ആ മണ്ഡലത്തിൽ സവിശേഷമായ ഒരു ജനപിന്തുണയുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ ജനപിന്തുണ ഈ UDF-ൻ്റെ കാര്യമാണെങ്കിൽ ഒരു 23ഓളം MLA-മാർക്കും നമുക്കത് കാണാം. അപ്പോൾ 57ഉം 23ഉം കൂടെ കൂട്ടിയാൽ ഒരു 80 MLA-മാരുടെ കാര്യത്തിൽ, സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ ബാക്കി നടക്കുന്ന മത്സരം ശരിക്കും 60 സീറ്റുകളിലേക്കാണ് മത്സരം. ആ 60 സീറ്റുകളിൽ ഈ 57 സീറ്റുകൾ LDF-ന് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഈ സിറ്റിംഗ് MLA-മാരെ കൊണ്ട് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ, ബാക്കിയുള്ള 60 സീറ്റുകളിലെ എത്ര സീറ്റ് വേണം ഭൂരിപക്ഷം ഉറപ്പിക്കാൻ? 57 കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 13-14 സീറ്റുകൾ കൂടിയേ LDF-ന് വേണ്ടൂ. UDF-നാണെങ്കിൽ ഈ 23-ൽ നിന്ന് ബാക്കിയുള്ള സിംഹഭാഗം സീറ്റുകളും പിടിച്ചെടുക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ 60 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ UDF-നെ സംബന്ധിച്ചത് മറികടക്കുക. മുസ്ലിം ലീഗ് വളരെ വലിയ സ്ട്രൈക്ക് റേറ്റോടു കൂടി പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുസ്ലിം ലീഗിൻ്റെ എല്ലാ കോട്ടകളും ഏറെക്കുറെ ഭദ്രമാണ്. അവിടെ ഇളകുന്ന കോട്ടകൾ, ഒരുപക്ഷെ തിരൂര് ഒരു കടുത്ത മത്സരം ഇക്കുറി അബ്ദുറഹ്മാൻ വരുന്നതോടുകൂടി നടക്കുന്നത്. എന്നാൽ അതേസമയം താനൂരിൽ അങ്ങനെ ഒരു കടുത്ത മത്സരമില്ല. താനൂരിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ആ ഗ്രൗണ്ടിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ തവനൂരിലേക്ക് വരുമ്പോൾ കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്. അവിടെ VS ജോയിയെ കൊണ്ടിടുന്നു. അവിടെ മണ്ഡലത്തിൽ സുപരിചിതനായ KT ജലീലാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇനി ബേപ്പൂരിലേക്ക് വന്നാൽ അവിടെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടി വോട്ട് പിടി VN പറഞ്ഞ് മലയോര മേഖലയിൽ നിന്നിറങ്ങി തീരദേശത്തേക്ക് വരുമ്പോൾ സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ ആ മണ്ഡലങ്ങളിലുണ്ട്. നമ്മൾ ഓരോ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. അപ്പോൾ ആ പോയിന്റ് ഇതാണ്, ആ പൊളിറ്റിക്കൽ ലെതാർജിയെ, ഒരു രാഷ്ട്രീയ മടുപ്പിനെ മറികടക്കാൻ കഴിയുന്ന MLA-മാർ, ജനപ്രിയ MLA-മാരാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ട്രെൻഡ്
പ്രാക്ടിക്കൽ ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ UDF MLA മാർക്കും എങ്ങനെ കണക്ക് കൂട്ടി വെട്ടി നോക്കിയിട്ട് പോലും ചില മണ്ഡലങ്ങൾ മാറൂല. അതാണ് 2006 ശേഷമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. നോക്കൂ മാധു, വളരെ സവിശേഷമായ ഒരു സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. എന്തെന്നാൽ ലോക്സഭയിലേക്കൊരു ട്രെൻഡ് വളരെ വിസിബിൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര തിരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF ഉണ്ടാവാറുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലാവട്ടെ എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഒരു ഇടതുപക്ഷം എന്നുള്ളത് മാറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തിലെ ജനങ്ങൾ അവിടുത്തെ പഞ്ചായത്തിന്റെ ആന്റി ഇൻകുംബൻസി കൂടി വിലയിരുത്തിക്കൊണ്ട് വോട്ടെടുപ്പിലേക്ക് വരുന്നത് കാണാൻ സാധിച്ചു. ഇക്കുറി ആ ട്രെൻഡ് മാറി. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ ജനങ്ങൾ കുറച്ചുകൂടി അവെയറാണ്. ഇവർ തന്നിരിക്കുന്ന പ്രോമിസുകൾ അത് നിറവേറ്റിയിട്ടുണ്ടോ, ഒരു ബെസ്റ്റ് ഗവേണൻസ് ഈ സർക്കാരിനുണ്ടോ, ഈ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് വികസനം എന്നൊരു ടാഗ്ലൈൻ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസത്തിന്റെ കുറവിന്റെ കാരണം, UDFന്റെ ആത്മവിശ്വാസ കുറവിന്റെ കാരണം ഈ MLA മാരുടെ ജനപ്രിയതയാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിലെ വിശ്വാസക്കുറവ്. ഇതിപ്പോൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. വയനാട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു മധു. കാരണം ഈ രണ്ട് കാര്യങ്ങളാണ്. പെൻഷന്റെ കാര്യം ചോദിക്കുമ്പോൾ സാധാ ജനങ്ങളുടെ ഇടയിൽ ഒരു നരേറ്റീവ് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നു. 18 മാസം, യഥാർത്ഥത്തിൽ 18 മാസം മൊത്തം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ചില പെൻഷനുകൾ 18 മാസം കൊടുക്കാനുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ജനങ്ങളെ സംബന്ധിച്ച് ഈ ഉമ്മൻചാണ്ടി സർക്കാർ 600 രൂപ പോലും കൃത്യമായി കൊടുത്തില്ലല്ലോ. ഈ 2000 രൂപ കൂട്ടിക്കൊടുത്ത സർക്കാരല്ലേ, അതുകൊണ്ട് ഇനി അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വാഗ്ദാനങ്ങൾ നിറവേറ്റുമോ എന്നൊരാശങ്ക രൂപപ്പെടുത്തിയിട്ടുണ്ട്. LDFന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ അവർ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാഗിലിൻ ഈ കമ്പാരിസനാണ്. ആ കമ്പാരിസന്റെ ട്രാപ്പിൽ പക്ഷേ ആര് പോയി വീണില്ല? UDF വീണില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അടിസ്ഥാനമായ ജനകീയ വിഷയങ്ങൾ ചർച്ചയായില്ല. പകരം എന്ത് ചർച്ചയായി? ഡീല് ചർച്ചയായി, സ്വർണ്ണക്കുള്ള ചർച്ചയായി. യഥാർത്ഥത്തിൽ അതല്ലല്ലോ ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ SDP വോട്ട് കൊടുക്കുന്നതും BJPയുടെ ഡീൽ മറിക്കുന്നതും ഒക്കെ വിശാലമായ രാഷ്ട്രീയ പഠനശാലകളിലെ വലിയ വിഷയങ്ങളാണ്. പക്ഷേ സാധാരണ വോട്ട് കുത്താൻ പോകുന്ന ഒരു വോട്ടറെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഉറപ്പുകൾ കൊടുത്ത സർക്കാർ ഏതാണ് എന്നുള്ളതാണ്. ഞാൻ തൊട്ടു മുമ്പുള്ള കർണാടക സർക്കാരിൻ്റെയും ഒപ്പം തെലങ്കാന സർക്കാരിൻ്റെയും അവരുടെ പ്രോമിസുകൾ, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ചു. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നിരവധി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BJP ആണെങ്കിൽ തെലങ്കാന സർക്കാരിനെതിരെ ഒരു വലിയ ചാർജ് ഷീറ്റ് തന്നെ തയ്യാറാക്കി ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ. അതിൽ പല പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളും 6 ഗ്യാരണ്ടികൾ കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളിൽ ഒന്നാണ് 2 ലക്ഷം തൊഴിലവസരങ്ങൾ ആദ്യത്തെ വർഷം ഉണ്ടാക്കുമെന്ന് തെലങ്കാന സർക്കാർ. എത്രയുണ്ടാക്കിയെന്നറിയാമോ? 16,478 തൊഴിലവസരങ്ങൾ മാത്രം. എത്രയാണ് വാഗ്ദാനം ചെയ്തത്? 2 ലക്ഷം. ആരാണ്? ഏത് സർക്കാരാണ്? റേവന്ത് റെഡ്ഡി. റേവന്ത് റെഡ്ഡി എന്താണെന്ന് കേരളത്തിൽ വന്ന് പറഞ്ഞത് പിണറായി വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു, സർക്കാരിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് റേവന്ത് റെഡ്ഡി പറഞ്ഞത്. പിണറായി വിജയൻ സർക്കാരിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ മാധു, അതേ ഇന്ത്യ മുന്നണിയിൽ തന്നെ പെട്ട തേജസ്വി യാദവ് എന്താണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്? എന്നെങ്കിലും ഞങ്ങളുടെ നാടും കേരളം പോലെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ്. നോക്കൂ, റേവന്ത് റെഡ്ഡി ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവ്, തെലങ്കാനയിലെ മുഖ്യമന്ത്രി വന്ന്, കോൺഗ്രസ് മുഖ്യമന്ത്രി വന്ന് പറയുന്നു ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്ന്. അതേ റേവന്ത് റെഡ്ഡിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തോളിൽ കൈയിട്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയ തേജസ്വി യാദവ് പറയുന്നു എന്നെങ്കിലും എൻ്റെ നാടും ഈ ബീഹാറും കേരളം പോലെ ആയിത്തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. ടൗൺഷിപ്പ് മാതൃകാപരമായ ഒരു പദ്ധതിയാണ് എന്ന മട്ടിൽ തേജസ്വി യാദവ് പ്രസ്താവന നടത്തുകയും ചെയ്യുന്നു. ഇനി ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സ്കീമായിരുന്നു തെലങ്കാനയിൽ കൊണ്ടുവന്ന ഋതു ഭരോസ. മിനിമം താങ്ങുവിലയ്ക്ക് ഒപ്പം തന്നെ 500 രൂപ ബോണസ് കൊടുക്കുന്ന പരിപാടി. പാതി വഴിയല്ല, 30% സാധ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. കർണാടകയിൽ ഈ ഒരു വർഷത്തെ, ഇനി കർണാടകയിലേക്ക് വന്നാൽ ഒരു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവിടെ സിവിക് എന്ന് പറയുന്ന ഒരു NGO പുറത്തിറക്കിയിട്ടുണ്ടായി. അതിൽ പറയുന്നത് 3% പ്രോമിസുകൾ, 59 പ്രോമിസുകൾ എടുത്തതിൽ കേവലം 3% മാത്രമാണ് അവിടെ നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അതിൽ 2 നടപ്പിലാക്കി, 10 ഇൻ പ്രോഗ്രസ്, 42 തൊട്ടിട്ട് പോലുമില്ല. ഇതാണ് കർണാടകയിലെ കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനങ്ങളുടെ അവിടെ NGO, സിവിക് എന്ന് പറയുന്ന NGO തയ്യാറാക്കിയിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 98% പ്രോമിസുകളും ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയിരുന്നു. 95%-ലധികം പ്രോമിസുകളും നടപ്പിലാക്കിയാണ് നാളെ കേരള LDF നാളെ പ്രകടന പത്രിക പുറത്തിറക്കാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നൊരു ആശയക്കുഴപ്പത്തിൽ കൂടി ആയത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രചരണം തുടരുമ്പോൾ അവർ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മൻ വെല്ലുവിളിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ ശ്രദ്ധ യഥാർത്ഥത്തിൽ ഇപ്പോൾ K-ഫോൺ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ മെട്രോ കൊണ്ടുവന്നതോ ഒന്നുമല്ല സർക്കാർ എടുത്ത് കാണിക്കുന്നത്. ദേശീയ ഹൈവേ ഈ ഭൂമി ഏറ്റെടുത്തത് നടപ്പിലാക്കാൻ കാണിച്ച നിശ്ചയദാർഢ്യം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കൃത്യമായ കോമ്പൻസേഷൻ ഉറപ്പുവരുത്തി നടപ്പിലാക്കാൻ കാണിച്ച നിശ്ചയദാർഢ്യം, ഒപ്പം
സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അഭിപ്രായപ്പെട്ടു. 1200ഓളം കലാപ കേസുകൾ ഇന്ത്യയിലുടനീളം കഴിഞ്ഞ 10 വർഷമുണ്ടായി. എന്നാൽ കേരളത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന ഒരു കലാപം പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളത് സർക്കാരിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെയും നമ്മുടെ പൊതുവായ സമൂഹത്തിൻ്റെയും ജാഗ്രതയാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ട്രെൻഡ് തുടക്കത്തിലുള്ള 100 സീറ്റ് എന്നുള്ള ട്രെൻഡ് UDF നേതാക്കൾക്ക് മാറിയിട്ടുണ്ട്. അവർ 80ലേക്ക് വരുന്നു. ഒരുപക്ഷെ പല മാധ്യമ സർവേകളും പ്രവചിക്കുന്നത് പോലെ കടുത്ത മത്സരമാണ്. ഒരു 65 വിജയിച്ചാലും 75-80 സീറ്റിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന മട്ടിലാണ് ട്രെൻഡുകൾ ഇപ്പോൾ മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ 7 ദിവസം ബാക്കി നിൽക്കുമ്പോൾ നിരീക്ഷിക്കാൻ കഴിയുക. മധു, ശരി. Meet the editors.